പ്രൈസ് ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ധ്യാനത്തിനായി നമുക്ക് തന്നിരിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 7-ാം അധ്യായമാണ്. ഈ ഭാഗം നാം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ചരിത്രം കൊണ്ടും അറിവ് കൊണ്ടും ഓർമ്മ കൊണ്ടും ശലോമോൻ്റെ ദേവാലയം പണിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ലോകത്തിൽ പുകഴ്ചയേറിയ മഹത്വമേറിയ അതുപോലൊരു പണി ഒരു ലോകക്കാർക്ക് ആർക്കും, ഒരു രാജാക്കന്മാർക്കും, ഒരു ലോകത്തിലെ ഉന്നതർക്കും അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ദൈവത്തിൻ്റെ നാമത്തിൽ പണിയുവാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം സ്വർണവും വെള്ളിയും ഒക്കെ ഉപയോഗിച്ച് പണി കഴിപ്പിച്ച മഹത്തായ ഒരാലയം. അതിൻ്റെ പ്രതിഷ്ഠാ ദിവസമാണ് 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിലിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിറങ്ങി ദഹിപ്പിച്ചു. ദൈവ തേജസ്സും ആലയത്തിൽ തിങ്ങി നിറഞ്ഞു. സ്തോത്രം. ആദ്യമായിട്ട് സമാഗമന കൂടാരത്തിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന സംഭവം. കൂടി വന്ന ജനങ്ങളെല്ലാം വിശ്വസിച്ചു. വാസ്തവമായി ദൈവം ഈ ആലയത്തെ അംഗീകരിച്ചു. ഇത് വാസ്തവമായി ദൈവം വസിക്കുന്ന ആലയമെന്ന് അവർ കൈക്കൊണ്ടു. അവർ ഭയപ്പെട്ടു പോയി. ദേശത്തെല്ലാം പേരായി, പെരുമയായി, പുകഴ്ചയായി. അത് കാണുവാനും കേൾക്കുവാനും ലോകത്തിൻ്റെ എതിരെ ഭാഗങ്ങളിൽ നിന്നും 1000 ടൂറിസ്റ്റുകൾ ജെറുസലേമിലേക്ക് കുതിക്കുവാൻ തുടങ്ങി. മഹത്വം വർദ്ധിച്ചു. പക്ഷെങ്കിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ജനങ്ങളെല്ലാം ഭക്ഷണം കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷം രാത്രിയുടെ യാമത്തിൽ പള്ളിമെത്തയിൽ ശലോമോൻ വിശ്രമിക്കുമ്പോൾ അതിൻ്റെ 12-ാം വാക്യം, അന്ന് രാത്രി അതിന് ശേഷം യഹോവ ശലോമോന് പ്രത്യക്ഷനായി. രാത്രിയുടെ യാമത്തിൽ ജനങ്ങളെല്ലാം വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് ശലോമോനോട് ചിലത് പറയുവാനുണ്ട്. ശലോമോനെ, നീ സന്തോഷിച്ച് ഉന്നതനായി എൻ്റെ തേജസ് കണ്ടതുകൊണ്ട് നീ മഹത്വമുള്ളവനായിരിക്കുന്നു. നിന്റെ പണിയെ, ആലയത്തിൻ്റെ പണിയെ, ശ്രേഷ്ഠതയെ ലോകത്തിൽ മുഴുവനും വിളംബരമാക്കി ഇതുപോലൊരു മഹത്വമേറിയ ആലയം വേറെ എങ്ങുമില്ല എന്ന് നീ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കുവാനുണ്ട്. എന്താണ് ദൈവം സംസാരിച്ചത്? 21-ാം വാക്യം, ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും ശരി. ദൈവത്തിന് മഹത്വം. അതിനുശേഷം ആ വാക്ക് കേട്ടപ്പോൾ ശലോമോന്റെ ഹൃദയത്തിനൊരു പിടഞ്ഞു പോയി, തകർന്നുപോയി. ഇനിയും എന്താണ് ദൈവം അരുളി ചെയ്യാൻ പോകുന്നത്? ഈ ആലയം എത്ര മഹത്തരമായിരുന്നാലും ശരി. നോക്കൂ, ഒരു ആലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ രാത്രിയിൽ ദൈവം രാത്രിയുടെ യാമങ്ങളിൽ ശലോമോന് പ്രത്യക്ഷനായി പറഞ്ഞ വാക്കാണ്, ഇതെത്ര ഉന്നതമായിരുന്നാലും. എൻ്റെ മഹത്വത്തെ വിട്ട്, എൻ്റെ തേജസ്സിനെ വിട്ട്, എൻ്റെ ആരാധനയുടെ മാധുര്യത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുന്ന ദിവസം ഇതിൽ നിന്ന് ഞാൻ എൻ്റെ തേജസ്സിനെ എടുത്തു മാറ്റും. മാത്രമല്ല, വഴിപോക്കർ ഇതിനെ ചൂളകുത്തി വിരൽ ചൂണ്ടി ആക്ഷേപിക്കും. അയ്യോ, ഇതിനെന്തു പറ്റി? ദൈവം അരുളി ചെയ്തതായ വാചകം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് 2 സ്ഥലങ്ങളിലേക്ക് കടമെടുക്കേണ്ടതായിട്ടുണ്ട്. ആലയമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ ആരാധനാ സഭയാണ്. നമ്മുടെ ബുദ്ധിയിൽ അങ്ങനെയാണ് വരുന്നത്. ആകട്ടെ, നാം കൂടുന്നതായ ആരാധനാലയം, നാം നടന്നു പോകുന്നതായ സഭ, അവിടുത്തെ ഉപദേശങ്ങൾ, അവിടുത്തെ വേഷവിധാനങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ, കെട്ടുപണികൾ, ആലയത്തിൻ്റെ മഹത്വം, പ്രൗഢി, മറ്റുള്ളവരെക്കാൾ എത്ര ശ്രേഷ്ഠമാണെന്നുള്ളതല്ല. എന്തെല്ലാം നിങ്ങൾ മനസ്സിൽ ഉന്നതമായത് അവിടെ കാണുന്നുണ്ടോ, അതിനെയെല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവം അരുളി ചെയ്യുകയാണ്, ഇതെത്ര ഉന്നതമായിരുന്നാലും ഒരു ദിവസം എൻ്റെ മഹത്വത്തിന് ചേരാത്തത് എന്തെങ്കിലും ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മഹത്വത്തെ ഇവിടെ നിന്ന് പിൻവലിക്കും. നിന്റെ ഹോമയാഗത്തിലും ഹനനയാഗത്തിലും ആകാശത്തു നിന്ന് ഞാൻ തീ ഇറക്കുകയില്ല. വഴിപോക്കർ നിന്നെ പരിഹസിക്കും. ഇതിനെന്തു പറ്റി? നമ്പർ 2, നാം ദൈവത്തിൻ്റെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആലയം എന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം. നമ്മുടെ ജീവിതത്തിൽ മഹത്വകരമായ അനേക പുകഴ്ചകളും ഉയർച്ചകളും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ നമുക്ക് ചെന്നെത്താവുന്നതായ ഉയരാവുന്നതായ പടവുകൾ ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടായാൽ, ദൈവത്തെ സകലത്തിനു മേലായി ദൈവത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്നതായ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നിന്ന്, ഒരു വിഷയങ്ങളിൽ നിന്ന് നമ്മൾ താണുപോയാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ, ഇതെത്ര ഉന്നതമായിരുന്നാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഒരു ദിവസം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ വിഷയമാകും. എൻ്റെ തേജസ് ഇവിടെ നിന്ന് മാറിയാൽ പിന്നെ ഇതൊന്നിനും കൊള്ളില്ല. നീ കെട്ടിപ്പടുത്തതായ വെള്ളിക്കും പൊന്നിനും അതിൻ്റെ മഹത്വത്തെ ഞാൻ സൃഷ്ടിച്ച ലോകങ്ങളാണ്. അതിൻ്റെ മഹത്വത്തെ വെറും കല്ലും മണ്ണും എന്നതുപോലെ വിശേഷതയില്ലാത്തതാക്കി ഞാൻ അതിനെ മാറ്റും, കരിക്കട്ടയാക്കി മാറ്റും. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്ന വാക്കുകളെ കേട്ട് ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ശലോമോൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി. അയ്യോ കർത്താവേ, ഞങ്ങളോട് അങ്ങനെ ചെയ്യരുതേ എന്ന് താൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊരു അനുതാപം ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ ദൈവം അത് പറയുകയാണ്. അതിൻ്റെ 14-ാം വാക്യത്തിൽ ശലോമോനോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ നീ സ്വർഗത്തോട്ട് നോക്കി അനുദപിച്ച് നിലവിളിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ നിന്റെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തും, നിന്റെ കുടുംബത്തിന് ഞാൻ സൗഖ്യം വരുത്തും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സൗഖ്യം വരുത്തും. നമ്മുടെ ജീവിതത്തിൽ ഹനനയാഗവും ഹോമയാഗവും ദഹിപ്പിക്കപ്പെടാതെ അല്ലെങ്കിൽ എരിയപ്പെടാതെ മാംസാദികൾ ശേഷിക്കുന്നു എങ്കിൽ, യാഗപീഠത്തിൽ മാംസാദികൾ ഇരുന്ന് നാറ്റം വമിക്കുന്നതാണെങ്കിൽ, നമ്മളൊന്ന് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങാതെ ചില ദിവസങ്ങളായി ദൈവാത്മാവ് അവിടെ കടന്നു വരുന്നില്ല, തേജസ് വരുന്നില്ല. നാറ്റം വമിക്കുമ്പോൾ ദേശക്കാർ അറിയും, നാട്ടുകാരറിയും. അവരൊക്കെ കൈ ചൂണ്ടി വിരൽ ചൂണ്ടി ചൂളകുത്തി ചോദിക്കും, അയ്യോ ഇതിനെന്ത് സംഭവിച്ചു? ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയും. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരു ഭയം നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഇതെത്ര ഉന്നതമായിരുന്നാലും നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളിൽ, ദൈവവചനം കേൾക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, ദൈനംദിന ജീവിതത്തിൽ, സാമൂഹ്യമായ ഇടപാടുകളിൽ, നമ്മുടെ വ്യക്തിപരമായ യാത്രകളിലൊക്കെയും, ആരാധനയിൽ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ഉപദേശത്തിൽ, പ്രസംഗത്തിലൊക്കെയും നമുക്കിടെ ചെവിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയുടെ യാമങ്ങളിൽ ശലോമോനോട് മന്ത്രിച്ചതായ, കേൾപ്പിച്ചതായ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുവെങ്കിൽ, ഇതെത്ര ഉന്നതമായിരുന്നാലും ഒരു ദിവസം ഞാനതിനെ നീക്കിക്കളയും. ശീലോവിലെ കൂടാരം ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവം, ദൈവത്തെ അനുസരിക്കാത്ത ജനത്തെ തള്ളിക്കളഞ്ഞ ദൈവം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ താഴ്ചകളെ, നമ്മുടെ വീഴ്ചകളെ തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിൽ കൂടെ പരിഹരിച്ച് നമ്മെ വീണ്ടും തേജസ് അണിയിപ്പിക്കുവാൻ, നമ്മെ വസ്ത്രമുള്ളവരാക്കി തീർക്കുവാൻ, തേജസ്സുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്. സ്നേഹത്തോടെ ഭയത്തിൻ്റെ വാക്കുകൾ ദൈവം പറയുകയാണ്. ഇതെത്ര ഉന്നതമായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ഉന്നതമെന്ന് തോന്നും, നമ്മൾ ഉയർന്നതെന്ന് തോന്നും. സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും എടുത്തു പറയുവാൻ വളരെയധികം മഹത്വങ്ങൾ നമുക്കുണ്ട്. പക്ഷെങ്കിൽ ഓർത്തു നോക്കുക, ദൈവത്തിൻ്റെ തേജസ് ഉള്ളത് കൊണ്ടാണ് അത് പ്രശംസിക്കപ്പെട്ടത്, പുകഴ്ത്തപ്പെട്ടത്, ആരാധിക്കപ്പെട്ടത്, പറയപ്പെട്ടത്, കേൾവിക്കപ്പെട്ടത്. ജനങ്ങൾ നിന്നെ കാണുവാൻ, നിന്നോട് ഇടപെടുവാൻ ഇടയായതിൻ്റെ എല്ലാം കാരണം ദൈവതേജസ് അവിടെ നിറഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണ്. മറ്റെങ്ങും കാണാത്ത അനുഭവം നിന്നിൽ ഒരിക്കൽ കണ്ടു, ഇന്നത് കാണുന്നില്ല എങ്കിൽ നിന്നിൽ നിന്നും ദൈവം അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിന്നെ സഹായിക്കുമാറാകട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് പ്രകാശിപ്പിക്കപ്പെടുന്നില്ലേ?